ഹായ് ഓൾ. ഇന്ന് അച്ഛൻ നമുക്ക് മേടിച്ചുകൊണ്ട് വന്ന മീൻ ചൂരയും കണവയായിരുന്നു. അപ്പം രാത്രിയാണ് മേടിച്ചിട്ട് വന്നത്. രാത്രി തന്നെ ക്ലീൻ ചെയ്ത് വെച്ച് അപ്പം രാവിലെ കണവത്തോരൻ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം കണവത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ തിരുമ്മി അത് കഴിഞ്ഞ് ഉള്ളി പൊളിക്കണമായിരുന്നു. അപ്പം ഞാനും ഋതുവും കൂടെയാണ് ഉള്ളി പൊളിക്കുന്നത്. ആ സമയത്ത് അമ്മ കണവ കുഞ്ഞായിട്ട് അരിയുവാണ്. നല്ല പൊടിയായിട്ടാണ് അരിയുന്നത്. തോരൻ വയ്ക്കാനായതുകൊണ്ട് നല്ല പൊടിയായിട്ട് അരിയണം. അതുകൊണ്ട് അമ്മ അവിടെ നിന്ന് അരിയുന്നു. ആ സമയത്ത് ഞാനും ഋതുവും കൂടെ അവിടെ നിന്ന് ഉള്ളി പൊളിക്കാമെന്ന് വിചാരിച്ച്. ഭയങ്കര രസമുണ്ടായിരുന്നു ഈ അരിയുന്നത് കാണാൻ. ഇങ്ങനെ 2, 3, 4 കീറി ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. കുറച്ച് സമയമെടുക്കും. കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. അമ്മ മെനക്കെട്ടിരുന്ന് ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ മെനക്കെട്ടിരുന്ന് ഉള്ളി പൊളിച്ച്. അവൻ ആദ്യമായിട്ട് കണ്ണെരിയുന്നത്. അവൻ ഇതുവരെ കണ്ണെരിഞ്ഞിട്ടില്ല. ഈ ഉള്ളിക്ക് എന്തോ എരിയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത് കാരണം എൻ്റെ കൊച്ച് ഉള്ളി പൊളിക്കൽ മതിയാക്കി പോയി. പിന്നെ ബാക്കി ഉള്ളി ഞാൻ പൊളിച്ച് തീർത്തു. അത് കഴിഞ്ഞിട്ട് അമ്മ കണവ അരിഞ്ഞ് തീർന്നില്ല, ഇപ്പോഴും അരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഞാൻ ആ സമയത്ത് കൊച്ചുള്ളി അരിയാമെന്ന് വിചാരിച്ച് ഉള്ളി അരിഞ്ഞു. അപ്പോഴത്തേനും അമ്മ കണവ അരിഞ്ഞ് തീർന്ന് കഴുകി വൃത്തിയാക്കി. കഴുകിയപ്പോൾ നല്ല വെള്ള കളറിൽ ഇരിപ്പുണ്ടായിരുന്നു കണവ. കാണാൻ നല്ല ഭംഗിയായിരുന്നു കാണാൻ. അങ്ങനെ അമ്മ അത് കഴുകി വാരിക്കൊണ്ടിരിക്കുവാണ്. ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളി അരിഞ്ഞ് ഏകദേശം തീർന്നു. അപ്പോൾ കണവ നമ്മൾ കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. ഒട്ടും വെള്ളം ഒഴിക്കാതെ ഉപ്പ് മാത്രം ഇട്ടാണ് വേവിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് ഒത്തിരി വെള്ളം ഇറങ്ങുമെന്നാണ് അമ്മ പറയുന്നത്. അങ്ങനെ കുക്കറിൽ വെച്ച് ഒരു 3 വിസിൽ കേൾപ്പിച്ച് ഈ കണവ ഒട്ടും വെള്ളം ഒഴിക്കാതാണ് നമ്മൾ വയ്ക്കുന്നത്, ഉപ്പ് മാത്രം ചേർത്ത്. അത് കഴിഞ്ഞിട്ട് ജാറിലോട്ട് പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, മസാലക്കൂട്ടുകളെല്ലാം കൂടി എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത്. മസാലപ്പൊടി തീർന്നു പോയി, അതുകൊണ്ടാണ് ഇങ്ങനത്തെ പരിപാടി ചെയ്തത്. ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ തേങ്ങയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി, മസാലപ്പൊടി, ജീരകപ്പൊടി, ഇത്രയും പൊടികൾ, പിന്നെ വെളുത്തുള്ളി ഇടുക. ഇത്രയും ഇട്ടാണ് നമ്മൾ അരയ്ക്കാനായിട്ട് റെഡിയാക്കിയിരിക്കുന്നത്. ആ സമയം കൊണ്ട് നമ്മളുടെ കണവ വെന്ത് വിസിൽ കേട്ടു. ഒരു വിസിൽ കേട്ടു, അടുത്ത വിസിൽ വീണ്ടും കേട്ടു. അങ്ങനെ 3 വിസിൽ കേട്ട് അതിന് ശേഷം നമ്മൾ കണവ ഓഫ് ചെയ്ത് വെച്ച്. അതിന് ശേഷം ഞാനാണെങ്കിൽ തോരനുള്ള അരപ്പ് ജാറിൽ അരയ്ക്കാനായിട്ട് പോയത്. ജസ്റ്റ് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കത്തേ ഉള്ളൂ, ഒത്തിരി അങ്ങ് അരയ്ക്കത്തില്ല. അങ്ങനെ അരപ്പ് റെഡിയാക്കി വെച്ച് അത് മാറ്റി വെച്ചതിന് ശേഷം കുക്കറിൽ അടുത്ത വിസിൽ കേട്ടു. കുക്കർ ഓഫ് ചെയ്തില്ലായിരുന്നു കേട്ടോ. 2 വിസിൽ കേട്ടില്ലായിരുന്നു. ഒരു 3ാമത്തെ വിസിൽ ഇപ്പോൾ കേട്ട്. 3 വിസിൽ കേട്ട് മസാല അമ്മ ഉണക്കാൻ വേണ്ടി വെയിലത്ത് കൊണ്ടുവച്ച്. അപ്പോൾ ഋതു എടുക്കാൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവന് ബദാമും കൊടുത്ത് അവിടെ ഇരുത്തിയതാണ്. അവനാണെങ്കിൽ ബദാം വെച്ച് കളിച്ചൊന്നുമല്ല, തോന്നിട്ട് തറയിലൊക്കെ ഇട്ട് എടുത്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. കാലിലൊക്കെ വെക്കാതെ ഇച്ചി. അങ്ങനെ പിന്നെ നമ്മൾ കണവ തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച്. കണ്ടോ എന്തോരം വെള്ളം ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഈ കണവ വെന്ത് വരുമ്പോൾ നല്ല വെള്ളം ഇറങ്ങും. അങ്ങനെ ചീനച്ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം കരിവേപ്പില ഇട്ട് നമ്മൾ ഈ കണവ തട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. കരിവേപ്പില ഇട്ട് ഒന്ന് മൂത്തതിന് ശേഷമാണ് കണവ തട്ടിക്കൊടുക്കുന്നത്. കണ്ടോ, കണവ തട്ടിക്കൊടുത്തപ്പോൾ അതിൻ്റെ അകത്ത് നിറങ്ങിയ വെള്ളമാണ്. നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചില്ല. ഈ വെള്ളം മൊത്തം വറ്റിയതിന് ശേഷമേ നമ്മൾ ബാക്കി പരിപാടി ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഏകദേശം നമ്മുടെ വെള്ളം വറ്റി. ആ സമയത്ത് നമ്മൾ കൊച്ചുള്ളി നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന കൊച്ചുള്ളി തട്ടിക്കൊടുക്കുക. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന അരപ്പും കൂടെ തട്ടി, ഇളക്കത്തില്ല കേട്ടോ, അരപ്പും തട്ടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു ജാറ് ജസ്റ്റ് ഒന്ന് കഴുകിയുള്ള വെള്ളം മാത്രമേ ചേർക്കത്തുള്ളൂ. പിന്നെ ഒത്തിരി വെള്ളം ചേർക്കത്തില്ല. വെള്ളവും ചേർത്ത് നമ്മൾ അടച്ച് വെക്കും. അടച്ച് വെച്ച് ആ വെള്ളം വറ്റുമെന്ന് നോക്കിയപ്പം വെള്ളം കുറച്ചുകൂടെ വെള്ളമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇളക്കാതെ വീണ്ടും അടച്ച് വെച്ച്. അത് കഴിഞ്ഞ് അടുത്ത ട്രിപ്പ് നോക്കിയപ്പോഴത്തേനും ഏകദേശം വെള്ളം വറ്റി. അങ്ങനെ നമ്മളത് ഇളക്കി കൊടുക്കുവാണ്. നല്ല ഇളക്കി തോർത്തിയെടുക്കണം. ഏകദേശം നല്ല മണവും ഒക്കെ വരുന്നുണ്ട്.
നമ്മുടെ കണവത്തോരൻ ഏകദേശം റെഡിയായി. മൃദു മണം വന്നപ്പോൾ ടേസ്റ്റ് നോക്കാൻ വന്നിട്ടുണ്ട്. അവന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കണവത്തോരൻ ഞാനാണെങ്കിൽ ഇളക്കി ചൂട് മാറാൻ വേണ്ടി അവന് എടുത്തോണ്ടിരുന്നപ്പോഴത്തേന് അവന് തിന്നാനുള്ള മൂഡ് പോയി. അവൻ അങ്ങോട്ടോ പോയി. പിന്നെ ഞാൻ അവന് കൊടുത്തില്ല. നമ്മുടെ കണവത്തോരൻ റെഡിയായി. അങ്ങനെ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.